എല്ലാവർക്കും ലിസാസ് ടൈലറിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വീനക്കിൽ പട്ട വെച്ചിട്ട് ലേസ് പിടിപ്പിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു വി വെട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു വിധം നല്ല ചെസ്റ്റ് സൈസ് ഉള്ള ഒരാളുടെയാണ്. 4.5 ഇഞ്ചാണ് നമ്മൾ ഇതിൻ്റെ വിസ്താരം എടുത്തേക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 8.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ 4.5 ഇഞ്ച് 8.5 ഇഞ്ച്. പിന്നെ ഇവിടെ നമ്മളൊരു 4 ഇഞ്ച്, ഈ ഭാഗം 4 ഇഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വെച്ചിറങ്ങും. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ അളവിൽ. ഇനി നമ്മൾ ഇതുമ്മേ ഒരു പട്ട വെച്ചിട്ട് ലേസാണ് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഇതിങ്ങനെ വെച്ച് നമ്മളിത് ലൈനിങ് ഉള്ള കാരണം ഇതുമ്മ കൂടെ ഒരു അടിപ്പ് കൊടുക്കണം. ഇനി ഇതിൽ പട്ട വയ്ക്കാൻ വേണ്ടിയിട്ട് 2 വീതിയിൽ നമ്മൾ 2 പീസ് വിട്ടാണ്. അതിന് പേപ്പർ ക്യാൻവാസിന് നമ്മൾ ആദ്യം വെട്ടണത്. ഈ പേപ്പർ ക്യാൻവാസിന്റെ വീതി 1.5 ഇഞ്ച്, നീളം ഒരു 12-12.5 ഇഞ്ച് നമുക്ക് എടുക്കാം. നമുക്ക് ഇവിടെ കൂടുതൽ വരുന്നത് നമുക്ക് വെട്ടിക്കളയണം. അപ്പോൾ 12 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ള പേപ്പർ ക്യാൻവാസിന്റെ 2 പീസ് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ തുണി, നല്ല തുണി എടുത്തിട്ട് അത് ഇതുമ്മ വെച്ച് അടിക്കണം ആദ്യം ചെയ്യണത്. ഇങ്ങനെ ഒരു പീസ് വെട്ടിയെടുത്തിട്ട് പേപ്പർ ക്യാൻവാസ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഈ അരുകത്തായിട്ട് ഈ ലേസ് വെച്ചടിക്കുകയാണ് ചെയ്യണം കേട്ടോ. അപ്പം ലേസിൻ്റെ നല്ല ഭാഗം മുകളിലേക്കായിട്ട് ഇങ്ങനെ തുമ്പത്ത് കൂടെ അടിക്കുക. ഈ ലേസ് 2 നമ്മൾ ഇതുപോലെയാണ് നമ്മളിത് വെക്കുക കേട്ടോ. ഈ 2 ലേസ്. അപ്പോൾ അത് ഇവിടെ അടിക്കേണ്ട വിധമാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ 4 ഇഞ്ച് ഇറക്കിയിട്ട് നമ്മളൊരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച്, ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടും 4 ഇഞ്ച് ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. ഈ പോയിന്റിലേക്ക് വേണം നമ്മൾ അടിച്ചുകൊണ്ട് വരാൻ. പോയിന്റ് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാനും പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇവിടെ നിന്ന് അടിച്ചു കൊണ്ടുവരണം. അടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ പോയിന്റിൻ്റെ അവിടെ വെച്ച് നിർത്തണം. കുറച്ചിങ്ങനെ കയറ്റി വെക്കാം. നമ്മളിങ്ങനെ നിർത്തുമ്പോൾ അവിടേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ പോയിന്റിൻ്റെ അവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തണം കേട്ടോ. നിർത്തിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചടിക്കുക. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതിങ്ങനെ വെച്ചടിക്കുക. ഇങ്ങോട്ട് തിരിച്ച് നേരത്തെ അടിച്ച പോലെ തന്നെ അടിക്കുക. ഇതടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തിടണം. ഇതിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഇങ്ങനെ മറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കണം. ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റേതാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കുക. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളുടെ വി കറക്റ്റിൽ വരുന്ന പോലെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇതിൻ്റെ ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ഇവിടെ അങ്ങനെ ഒരടി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൂടുതൽ വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ സൈഡിൽ കൂടെ പതിച്ചടിക്കാൻ.
ഇതിന്റെ ബാക്ക് ഞാൻ കാണിക്കണില്ല, ബാക്ക് ഇറക്കി വെട്ടേണ്ടവർക്ക് ഇറക്കി വെട്ടാം. ഇതിപ്പോ ഫ്രണ്ട് മാത്രം കാണിക്കണോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടാ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.